PSC Crown's പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് PSC Crown യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. കേറ്ററ്റിന് വേണ്ടിയിട്ടും HSAക്ക് വേണ്ടിയിട്ടും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. കാത്തിരുന്ന് നമ്മുടെ കേറ്ററ്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചു നേരം മുമ്പാണ് കേറ്ററ്റിന്റെ റിസൾട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും പ്രതീക്ഷകൾ വിരാമമായിരിക്കുന്നു. കേറ്ററ്റിന്റെ റിസൾട്ട് ഇതാ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേറ്ററ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിസൾട്ട് ലഭ്യമാണ്. അപ്പൊ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ജനറൽ കാറ്റഗറിക്ക് പാസ്സാവാൻ വേണ്ട മാർക്ക് 90 മാർക്കും SC/ST OBC കാറ്റഗറിക്ക് പാസ്സാവാൻ വേണ്ടത് 82 മാർക്കുമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കാറ്റഗറി 2നോ 3കോ 4നോ 1നോ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കുക. അഥവാ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അടുത്ത കേറ്ററ്റ് എക്സാം എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത ജൂൺ അവസാനോ ജൂലൈയിലോ ആയിരിക്കും. ജൂലൈയിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അടുത്ത കേറ്ററ്റ് പരീക്ഷ ഉണ്ടായിരിക്കും. ആ ഒരു കേറ്ററ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് ഈ ഒരു കേറ്ററ്റ് പാസ്സാകാത്ത ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും കിട്ടിയില്ല എന്നോ നിരാശപ്പെടേണ്ട. അടുത്ത കേറ്ററ്റ് എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിനുവേണ്ടി പ്രിപ്പറേഷൻ നിങ്ങൾ നിർത്തരുത്. പ്രിപ്പറേഷൻ തുടങ്ങിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ കേറ്ററ്റ് കാറ്റഗറി 3ക്കും കാറ്റഗറി 2 സോഷ്യൽ സയൻസിനും വേണ്ടി നമ്മൾ പഠിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളും ഇത്തവണത്തെ കേറ്ററ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ റിസൾട്ട് വന്ന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്. പേഴ്സണൽ മെസ്സേജ് അയച്ച എല്ലാവരോടും താങ്ക് യു. അത്രമാത്രം പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിന് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ കേറ്ററ്റ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമാണ് കേട്ടോ. ആർക്കിന് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ദേ കേറ്ററ്റ് കാറ്റഗറി 3യുടെ റിസൾട്ടും 2ന്റെ റിസൾട്ടും 1ന്റെയും 4ന്റെയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം ഇപ്പൊ കാറ്റഗറി 3 സോഷ്യൽ സയൻസ് എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് വന്നിട്ടുണ്ടാവില്ല. കാരണം കാറ്റഗറി 3 പാസ്സായിട്ടുള്ളവർക്ക് വലിയൊരു അവസരം, അത് സോഷ്യൽ സയൻസ് മാത്രമാണ് ആ ഒരു അവസരം ഉള്ളൂ എന്നാണ്. ബാക്കിയുള്ളവരുടെ HSA നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. പക്ഷേ HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ ഇതുവരെയും വന്നിട്ടില്ല. അപ്പൊ കേറ്ററ്റ് കാറ്റഗറി 3 പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ തുറന്നിരിക്കുന്നത്. നിങ്ങൾക്കും കേറ്ററ്റ് കാറ്റഗറി 3 പാസ്സായത് കൊണ്ട് HSA സോഷ്യൽ സയൻസിന്റെ എക്സാം എഴുതാവുന്നതാണ്. ഇനി എല്ലാവരും HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ ആണോ ആദ്യം വരിക, അല്ലെങ്കിൽ കേറ്ററ്റിന്റെ നോട്ടിഫിക്കേഷൻ ആണോ ആദ്യം വരിക എന്ന് ടെൻഷൻ അടിച്ചിരിക്കുവാറുണ്ട്. നമ്മുടെ കേറ്ററ്റിന്റെ റിസൾട്ട് തന്നെ ആദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇനി HSA സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. മാർച്ച് 2025 കഴിഞ്ഞ മാസം മാർച്ചിൽ 25-ാം തീയതി കേരള PSC യോഗം HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏപ്രിൽ 30 മുമ്പ് HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, കാറ്റഗറി 3 പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം HSA സോഷ്യൽ സയൻസിന് വേണ്ടി ഇന്ന് മുതൽ പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ച് പഠിക്കേണ്ടത്, എങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ HSA സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. എങ്ങനെ പ്രിപ്പറേഷൻ തുടങ്ങണം, എങ്ങനെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ടൈം ടേബിൾ സഹിതം നൽകുന്നതായിരിക്കും. പഠിക്കാനായിട്ട് മറക്കണ്ട. അപ്പൊ HSA സോഷ്യൽ സയൻസിന് വേണ്ടി ഈ തവണ പാസ്സായിട്ട് അത് കാറ്റഗറി 3 കിട്ടിയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നവര് HSA സോഷ്യൽ സയൻസിന് വേണ്ടി കൂടി പ്രിപ്പറേഷൻ തുടങ്ങുക. കാരണം ഇതൊരു അവസാന HSA ആയിരിക്കും. ഈ ഒരു അവസരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ HSA ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അപ്പൊ കിട്ടാത്തവർ നിരാശപ്പെടേണ്ട. അടുത്ത കേറ്ററ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ജൂൺ അവസാനം ജൂലൈയിലോ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അടുത്ത കേറ്ററ്റിന്റെ എക്സാം ഓഗസ്റ്റിലൊക്കെ ആകുമ്പോഴത്തേനും ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതിനു വേണ്ടി കൃത്യമായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും വിജയിച്ച എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. മറക്കണ്ട, ആദ്യമായിട്ടാണ് PSC Crown യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ഒന്ന് ശ്രമിക്കണേ.